നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ടെലഗ്രാം നിരോധനം ശരിവെച്ച് ഹൈക്കോടതി. ഡൽഹി ഹൈക്കോടതിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചത്. IT ആക്ട് പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. പി ബാലഗോപാലാണ് വിവരങ്ങളുമായുള്ളത്. ബാലഗോപാൽ, ടെലഗ്രാം ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ സർക്കാരിന് അധികാരമുണ്ട് എന്ന തീരുമാനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി? അഭിലാഷ്, ഈ IT ആക്ടിലെ 69A നിയമപ്രകാരമാണ് നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം, അതായത് ഒരു പരിധിവരെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഈ നിരോധനം ഏകപക്ഷീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ടെലഗ്രാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ ഈ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം പൂർണ്ണമായും ശരിവയ്ക്കുന്ന നിലപാടാണ് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ IT ആക്ടിലെ 69A പ്രകാരം നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള നിയമപരമായ അധികാരമുണ്ട് എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ നിയന്ത്രണം നീറ്റ് പരീക്ഷ നടക്കുന്ന 21-ാം തീയതി വരെയാണ് നിലനിൽക്കുന്നത്. അതുവരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടരുമെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാം നിരോധിച്ചത് ശരിവച്ചിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി.